ഇത് ആയിരങ്ങളോ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ അല്ല, ഇത് കോടികളുടെ തട്ടിപ്പാണ്. ഇത് കൃത്യമായ ഒരു അന്വേഷണവും ഒരു ഓഡിറ്റും നടത്തിയാൽ ഒരു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ക്രമക്കേടും നിയമലംഘനങ്ങളും ഉദ്യോഗസ്ഥരുടെ തന്നെ തട്ടിപ്പ് മനസ്സിലാകും. ഇപ്പൊ പുതിയ സർക്കാർ വന്നപ്പോൾ തന്നെ ഏകദേശം പുതിയ സാധനങ്ങൾ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം എന്താണ്? അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. കാരണം ഇത്രയും അഴിമതികളും ക്രമക്കേടുകളും ഇതെല്ലാം നടന്നിട്ടും പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഇതൊന്നുമില്ലാതെ ഇവർ രഹസ്യമായിട്ട് ടെൻഡർ വിളിക്കുന്നു. അവരുടെ ഇഷ്ടപ്പെട്ട 4 പേര് പങ്കെടുക്കുന്നു. അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരത്തെ ഉള്ള ധാരണ പ്രകാരമുള്ള ഒരാൾക്ക് അവർ ഇത് കൊടുക്കുന്നു. ഇത് വാങ്ങാനും വിൽക്കാനും ടെൻഡർ വേണമല്ലോ. ഈ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇങ്ങനെ മാസാമാസം. ഇത് വേറൊരു കാര്യം, ഇത് സെക്രട്ടേറിയറ്റ് അനക്സിൽ നിന്നും സെക്രട്ടേറിയറ്റിന്റെ മറ്റ് കെട്ടിടങ്ങളിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും വിറ്റ് ഈ കൊടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. പല തട്ടിപ്പുകളുടെയും അഴിമതികളുടെയും വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വിചിത്രമായൊരു അഴിമതിയുടെ വാർത്ത ഇപ്പോൾ പുറത്ത് വരികയാണ്. നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നത്, അതായത് സ്ക്രാപ്പുകളുടെ, ഒന്നുകൂടി വിശദമായി പറയുകയാണ് എങ്കിൽ ആക്രിയുടെ മറവിൽ നടന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്, അഴിമതിയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസ്. അദ്ദേഹം തന്നെ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. തീർച്ചയായിട്ടും വലിയൊരു തട്ടിപ്പാണ്. അതായത് ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു തട്ടിപ്പാണ്. ഇത് ആയിരങ്ങളോ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ അല്ല, ഇത് കോടികളുടെ തട്ടിപ്പാണ്. ഇത് കൃത്യമായ ഒരു അന്വേഷണവും ഒരു ഓഡിറ്റും നടത്തിയാൽ ഒരു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ക്രമക്കേടും നിയമലംഘനങ്ങളും ഉദ്യോഗസ്ഥരുടെ തന്നെ തട്ടിപ്പ് മനസ്സിലാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ, സെക്രട്ടേറിയറ്റിൽ മേശവിരിപ്പുകളുണ്ട്, ചെയറിലിടുന്ന ഷീറ്റുകളുണ്ട്, കർട്ടനുണ്ട്, അതുപോലെ പഴയ തടി ഉരുപ്പടികളുണ്ട്, കയർ മാറ്റുകളുണ്ട്, ആക്രി സാധനങ്ങളെന്ന് ഇവർ പറയുന്ന കസേരകൾ, ഇരുമ്പ് കസേര, റോളിംഗ് ചെയർ, അതുപോലെ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, പ്രിൻറ്റിംഗ് മെഷീൻ, ഈ വേസ്റ്റുകൾ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത് ചെറിയ ഒരു ജോയിൻറ്റോ ചെറിയ ഒരു പല്ലിയുടെ മുട്ടയോ എടുത്ത് കളഞ്ഞാൽ ഇത് വർക്കാവുന്ന സാധനങ്ങളാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന ടി വികളും ഫ്രിഡ്ജും അല്ലെങ്കിൽ അതുപോലെ കമ്പ്യൂട്ടറുകളൊക്കെ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവാറുണ്ട്. എന്തുകൊണ്ടാണ്? അത് പാറ്റയോ പല്ലിയോ ഒക്കെ കയറി പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. നമ്മൾ കൊടുത്ത് ഒരു 500-250 രൂപ കൊടുത്താൽ അത് ശരിയാവും. അതിൻ്റെ വില എത്രയാണ്? 20,000-30,000 രൂപ വിലയുള്ള സാധനങ്ങളാണ് ഇവിടെ. വെറും പറഞ്ഞാൽ നിങ്ങൾ പോലും വിശ്വസിക്കത്തില്ല, ഒരു കമ്പ്യൂട്ടർ 15 രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. തൂക്കമാണ്. ഈ വേസ്റ്റിന് ഒരു പ്രത്യേക ഒരു 3 രൂപ വരെ റേറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ പേപ്പർ വേസ്റ്റ് 2 രൂപ, അതുപോലെ ഇരുമ്പ് വേസ്റ്റ് 6 രൂപ, അതുപോലെ മറ്റ് തടി വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ മറ്റ് സാധനങ്ങളെല്ലാം ഇവർ 10 രൂപയാണ് മാക്സിമം വില ഇട്ടിരിക്കുന്നത്. ഇത് ഒരു ചെറിയ മെയിൻ്റനൻസ് ചെയ്താൽ നമുക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ 6 മാസത്തിൽ കൂടുതൽ ഇവിടെ ഒരു ചെയറിൽ വിരി ഉപയോഗിക്കുന്നില്ല. 6 മാസത്തിൽ കൂടുതൽ ഒരു ടേബിളിലിടുന്ന ഷീറ്റ് ഉപയോഗിക്കുന്നില്ല. 6 മാസത്തിൽ കൂടുതൽ ഇവിടെയുള്ള പല പ്രിൻ്ററും ബാക്കിയുള്ള മെഷീനുകളും കമ്പ്യൂട്ടറുകളും ഉപയോഗിക്കുന്നില്ല. ഇപ്പം പുതിയ സർക്കാർ വന്നപ്പോൾ തന്നെ ഏകദേശം പുതിയ സാധനങ്ങൾ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം എന്താണ്? അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. പിന്നെ ഇവർ ഈ പേപ്പർ എന്ന് പറഞ്ഞ് വിറ്റ സാധനങ്ങൾ, ആക്രി കൊടുത്ത സാധനങ്ങളിൽ പാവപ്പെട്ടവരുടെ ജീവിതങ്ങളായ പഴയ മുഖ്യമന്ത്രി പറഞ്ഞ ഫയലുകളുമുണ്ട്. എത്രയോ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ നിന്നും മിസ്സായിട്ടുണ്ട്. ഇതെല്ലാം ആക്രി വ്യാപാരത്തിൻ്റെ പേരിൽ പോവുകയാണ്. ഇതെല്ലാം നമ്മൾ തിരക്കി പിടിച്ച് വരുമ്പോഴാണ് ഇതിനെല്ലാം സെക്രട്ടേറിയറ്റിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ചില രാഷ്ട്രീയക്കാരുടെയും പേപ്പർ സംഘടനകളും പേപ്പർ കമ്പനികളുമാണ് ഇതെല്ലാം എടുത്തു പോയിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം 1-2 വ്യക്തികളും 1-2 കമ്പനികളുമാണ് ഈ സാധനങ്ങളെല്ലാം എടുത്തേക്കുന്നത്. ഇത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അതാ നിങ്ങൾ നോക്ക്, ഈ സാധനം തന്നെ പഴയ സാധനമാണ്. ഇത് ഇരുമ്പ് അല്ല, ഇത് ഇരുമ്പിനേക്കാൾ ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് പോകുന്നത് എന്ത് വിലയ്ക്കെന്നറിയോ? 6 രൂപയ്ക്കാണ്. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ പാഴ്സുകൾ, കമ്പ്യൂട്ടറുകൾ മുഴുവനായി, ലാപ്ടോപ്പ്, പ്രിൻറ്റിംഗ് മെഷീൻ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, ഫർണിച്ചർ. ഈ ഫർണിച്ചർ എന്ന് പറയുന്നതിൽ തടി ഫർണിച്ചറുമുണ്ട്, ഇരുമ്പ് ഫർണിച്ചറുമുണ്ട്. ഈ ഇരുമ്പ് ഫർണിച്ചർ എന്ന് പറയുന്നത് 10 വർഷം മുമ്പേ അല്ലെങ്കിൽ 5 വർഷം മുമ്പേ ഉള്ളതൊക്കെ ഒയറൊക്കെ പലതും പോയിട്ടുണ്ട്. ഒരു ഒയർ വരിഞ്ഞ് അതിനെ ഒരു പണിക്കാരനെ ഇരുത്തി ചെയ്യുന്നതെങ്കിൽ
അത് 250 രൂപയാണ് ഒരു കസേരയ്ക്ക് ചിലവാകുന്ന പൈസ. അല്ലെങ്കിൽ 500 രൂപ ആകട്ടെ. ഈ 500 രൂപയ്ക്ക് ചിലവാക്കി അത് പണി എടുത്താൽ അത് 3500 4000 രൂപയുടെ സാധനമാണ്. ആ സാധനമാണ് വെറും 20 രൂപയ്ക്കും 25 രൂപയ്ക്കും ടെൻഡർ നടപടികൾ പോലും കൃത്യമായി പാലിക്കാതെ നൽകുന്നത്. ഇത് നിങ്ങളുടെ ഈ ചാനലിൽ കൂടെ ഈ വാർത്തകൾ പുറത്തു പോകുമ്പോൾ നിരവധി ആൾക്കാർ നിങ്ങളെയും എന്നെയും ബന്ധപ്പെടാറുണ്ട്. ഇതൊക്കെ ചെറുതാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളും അവരുടെ അറിവിലുള്ള കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് അതിശയമാണ്. കാരണം ഇത്രയും അഴിമതികളും ക്രമക്കേടുകളും ഇതെല്ലാം നടന്നിട്ടും പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാതെ പോവുകയാണ്. അതിൻ്റെ പിന്നിൽ പല അജണ്ടകളും ഉണ്ടാകും, ചിലപ്പോൾ മറ്റ് താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന സംവിധാനമാണ്. ഇവിടെ തന്നെ മുമ്പ് വാർത്തയായതാണ്, സെക്രട്ടേറിയറ്റിലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ നേരത്തെ വാർത്തയായതാണ്. പക്ഷേ ആ വാർത്ത ഒരു 2 ദിവസം വരും, അവരുടെ ഫേസ്ബുക്കിൽ കാണും, പിന്നെ അതങ്ങ് അപ്രത്യക്ഷിതമാവുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഓഡിറ്റ്, കൃത്യമായ ഒരു അന്വേഷണം, കൃത്യമായ ഒരു വിജിലൻസ് അന്വേഷണം. അതായത് പർച്ചേസ്, ഇപ്പോൾ തന്നെ പുതിയ സർക്കാർ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളുടെ പർച്ചേസ് അറിയാമല്ലോ, ഈ മാസം. അപ്പോൾ ഇത് എത്ര മാസം ഇവിടെ ഉപയോഗിക്കുന്നു? നമ്മളെ വീട്ടിലൊരു കസേരയിലിടുന്ന വിരിപ്പ് വാങ്ങിച്ചാൽ, മേശയിലിടുന്ന വിരിപ്പ് വാങ്ങിച്ചാൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 2 വർഷമെങ്കിലും നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ 3 മാസത്തേക്കുള്ളിൽ ഉപയോഗിക്കുന്നില്ല. കാരണം എല്ലാ വർഷവും ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനങ്ങൾ എവിടെയാണ് പോകുന്നത്? നമ്മുടെ പ്രൈവറ്റ് ലോഡ്ജിൽ പോയി നമ്മൾ റൂം എടുത്താൽ അവരുടെ പില്ലോ കവറിലും അവരുടെ ബെഡ്ഷീറ്റിലും അവരുടെ സാധനങ്ങളിലുമൊക്കെ ആ സ്ഥാപനങ്ങളുടെ പേര് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രിൻ്റ് അടിച്ച് ഇവിടെ വെച്ചാൽ റെയിൽവേയുടെ കാര്യത്തിൽ പോകുമ്പോൾ റെയിൽവേയുടെ സാധനം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം റെയിൽവേയുടെ ഇതുണ്ട്. അപ്പോൾ ഇതുപോലെ സെക്രട്ടേറിയറ്റ്, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രിൻ്റ് അടിച്ച് വെച്ചാൽ അത് പുറമെ ആരും ഉപയോഗിക്കത്തില്ല. അത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അന്വേഷണം നടക്കണം. ഇതൊരു അന്വേഷണം നടക്കണം. ഈ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന് പരാതി കൊടുത്തിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ പലരും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ രേഖാമൂലം ഒരു പരാതിയും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി പരാതി കൊടുക്കാൻ മാത്രമേ എനിക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും എന്നെപ്പോലുള്ള സാധാരണ പൊതുപ്രവർത്തകർക്കും കഴിയൂ. അതിൻ്റെ അന്വേഷണം അതുകൊണ്ടെത്തിക്കാനും അതിൻ്റെ അന്വേഷണം കൃത്യമായി നടത്താനുമുള്ളതൊക്കെ അധികാരികളും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുമാണ്. നമുക്കിത് ഒരു രേഖാമൂലമുള്ള കാര്യങ്ങൾ ബോധിപ്പിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് ടെൻഡർ ഇല്ലാതെയാണ് ഈ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഏത് കമ്പനിക്കാണ്? കേരളത്തിലുള്ള കമ്പനി തന്നെയാണോ? ഏത് രാഷ്ട്രീയ പാർട്ടി നേതാവിൻ്റെതാണ്? പിന്നെ ഏതെങ്കിലും MLA-മാരുടെ പിന്നെ ഇത് കമ്പനിയാണോ എന്നുള്ള സംശയങ്ങളെല്ലാം തീർച്ചയായിട്ടാണ്. ഇത് നിയമപരമായിട്ടാണെങ്കിൽ ഇത്രയും കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഇത്രയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇത്രയും ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകൾ ലേലത്തിൽ വിൽക്കാനുണ്ട് എന്ന് പത്രപരസ്യം കൊടുക്കണമല്ലോ. പത്രപരസ്യം കൊടുത്ത് സാധാരണ ജനങ്ങളും സാധാരണ ടെൻഡറിൽ നടപടി എടുക്കുന്ന ആൾക്കാരും ഒക്കെ ഇതിൽ പരസ്യ ടെൻഡർ ആവണമല്ലോ, ഈ ടെൻഡർ വിളിക്കണമല്ലോ. ഇതൊന്നുമില്ലാതെ ഇവർ രഹസ്യമായിട്ട് ടെൻഡർ വിളിക്കുന്നു. അവരുടെ ഇഷ്ടപ്പെട്ട 4 പേര് പങ്കെടുക്കുന്നു. അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരത്തെ ഉള്ള ധാരണ പ്രകാരമുള്ള ഒരാൾക്ക് അവർ ഇത് കൊടുക്കുന്നു. ഇത് വാങ്ങാനും വിൽക്കാനും ടെൻഡർ വേണമല്ലോ. ഈ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇങ്ങനെ മാസാമാസം. ഇത് വേറൊരു കാര്യം, ഇത് സെക്രട്ടേറിയറ്റ് അനക്സിൽ നിന്നും സെക്രട്ടേറിയറ്റിൻ്റെ മറ്റ് കെട്ടിടങ്ങളിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും വിറ്റ് ഈ കൊടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, വ്യവസായ വകുപ്പ്, PWD വകുപ്പ്, KSEB, ഇവരൊക്കെ കോടാനക്കോടി രൂപയുടെ സ്ക്രാപ്പുകൾ എന്നുള്ള പേരിൽ, ഈ സ്ക്രാപ്പ് എന്ന ഓമന പേരാണ്, അതൊരു ഓമന പേരിൽ സ്ക്രാപ്പ്. പക്ഷേ ഇത് ഉപയോഗമുള്ള സാധനങ്ങളാണ്. ഒന്ന് നമ്മളെന്താ പറയുന്നത്, സോപ്പിട്ട് കഴുകി തുടച്ച് കുളിപ്പിച്ചെടുത്താൽ ഇത് വൃത്തിയാകുന്ന, ശരിയാക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് എന്ന് പറയുന്നത് പോലെ ചെറിയ നിസ്സാരപ്പെട്ട മെയിൻ്റെനൻസ് ചെയ്താൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇത് 10-15 രൂപയ്ക്കൊക്കെയാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത്. ഇത് പിന്നീട് മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും. കാരണം ഇത് ഇവിടെ നിന്നൊരു കമ്പ്യൂട്ടർ എടുക്കുന്നത്, ഞാൻ എൻ്റെ രേഖ ഉടനെ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, ഒരു കമ്പ്യൂട്ടർ കൊടുക്കുന്നത് വെറും ഒരു 28 രൂപ അല്ലെങ്കിൽ 30 രൂപയ്ക്കാണ്. ഈ കമ്പ്യൂട്ടർ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റ് ഇറങ്ങി നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് 6000, 7000, 10000 അവർ നമ്മളോട് ചോദിക്കുന്നത്. കാരണം അവർക്കറിയാം ഇത് ഇളക്കി ഇതിനകത്തുള്ള ചെറിയ മിസ്റ്റേക്കുകൾ പരിഹരിച്ച് ഒരു വയർ അങ്ങോട്ടോ ഒരു വയർ ഇങ്ങോട്ടോ ഒക്കെ മാറിയിരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ കണക്ഷൻ വിട്ടുപോയതായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പോയതായിരിക്കും. ഇത് നിസ്സാരപ്പെട്ട പൈസയ്ക്ക് ശരിയാക്കിയിട്ട് നമുക്ക് വിൽക്കാം. എന്തായാലും ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു ടെൻഡർ പോലും വിളിക്കാതെയാണ് ഇത്തരത്തിൽ സ്ക്രാപ്പുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന
ചില സാധനങ്ങൾ, അതായത് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇത്തരത്തിൽ പുറത്തേക്ക് വിൽക്കുന്നത്. അതും 10ഉം 15ഉം രൂപയ്ക്കാണ് ഇത്തരത്തിൽ സാധനങ്ങൾ പുറത്തേക്ക് വിൽക്കുന്നത്. ടെൻഡർ പോലും നൽകാതെയാണ് ഇത്തരത്തിൽ സാധനങ്ങൾ വിൽക്കുന്നത്. ഈ സാധനങ്ങൾ പിന്നീട് മറിച്ച് വിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അത് കൂടാതെ ഈ ഒരു വിഷയത്തിൽ വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ട് കൃത്യമായുള്ള റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നിലവിൽ ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.